ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനെ തിരികെ ജോലിയിൽ കയറ്റാൻ വ്യാജരേഖ ചമച്ചതായി പരാതി. പഞ്ചായത്തിലെ ജീവനക്കാരുടെ സഹായത്തോടെയാണ് വ്യാജരേഖ ചമച്ചത് എന്നാണ് ആരോപണം. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വ്യാജമായി എഴുതിയുണ്ടാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈവ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ജോലികൾ ബിനാമി പേരിലെടുക്കുകയും വനവാസി വിഭാഗക്കാരുടെ ഉൾപ്പെടെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്ത പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റായ വിപിൻ തോമസിനെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 23-നാണ് പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ടത്. വിപിൻ തോമസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും തടയപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിരിച്ചുവിട്ടത്. എന്നാൽ ഭരണസമിതിയുടെ നടപടിക്കെതിരെ വിപിൻ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഭരണസമിതിയുടെ തീരുമാനം വ്യാജമായി എഴുതിയുണ്ടാക്കി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചുവെന്നാണ് പരാതി. സെക്ഷൻ ക്ലർക്കാണ് വ്യാജരേഖയുണ്ടാക്കി നൽകിയത്. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പദവിയും ഓഫീസ് സീലുകളും ദുരുപയോഗം ചെയ്തെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നു. രേഖാമൂലം സെക്രട്ടറി എഴുതി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കോടതിയിലെ കേസ് നിലവിലേക്ക് നമ്മൾ അജണ്ട ഇടാനായിട്ട് നിർബന്ധിതരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ അജണ്ട ഇട്ട് കഴിഞ്ഞതിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന കമ്മിറ്റി തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഇത് സംബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത്തരമായിട്ടുള്ള ഒരു കേസ് നിലവിലുണ്ട്. ആയതിനാൽ ഇത് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും കോടതി അലക്ഷ്യവും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിന് അഗൻസ്റ്റും അതുപോലെ തന്നെ കമ്മിറ്റി നമ്മുടെ ലംഘനമാണെന്ന് കൃത്യമായിട്ട് കമ്മിറ്റി അറിയിച്ചിരുന്നു. കമ്മിറ്റിയുടെ തീരുമാനം പ്രസിഡന്റ് അംഗീകരിക്കുമ്പോഴാണ് അന്തിമമാകുന്നത്. എന്നാൽ ഇവിടെ ഇത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ സഹായിച്ചവർക്കെതിരെ ഹൈക്കോടതി രജിസ്ട്രാർ അടക്കമുള്ളവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പഞ്ചായത്ത് അപ്രൈസറി കമ്മിറ്റിയുടെ തീരുമാനം അനുകൂലമാക്കി ഇയാൾ ഇപ്പോഴും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ജനം, ഇടുക്കി.